ഹലോ ലേണേഴ്സ്, നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത് ക്ലാസ് 11 സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ചാപ്റ്റർ 3 ആണ്. ദാറ്റ് ഇസ് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് സമറൈസ് ചെയ്ത് നോക്കാം. ആദ്യമേ ഫസ്റ്റ് ഓഫ് ഓൾ ഡേറ്റ ഫോർ ക്ലാസിഫൈങ് ദ ഡേറ്റ ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. രണ്ടാമത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. മൂന്നാമത്തത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതിന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്താണ്, നോ ദ ടെക്നിക് ഓഫ് ഫോമിംഗ് ക്ലാസസ്, ക്ലാസ് ഫ്രീക്വൻസീസ് എങ്ങനെ ഫ്രെയിം ചെയ്യണം, ബി ഫെമിലിയർ വിത്ത് ദ മെത്തേഡ് ഓഫ് ടാലി മാർക്കിംഗ്, പിന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ യൂണിവേരിയേറ്റ് ആൻഡ് ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും കേൾക്കുമ്പോൾ നമുക്ക് കോംപ്ലക്സ് ആയിട്ട് തോന്നും, പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഏറ്റവും ആദ്യമേ നമുക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു, അതായത് നമുക്ക് കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും ബിഗിനിങ് സ്റ്റെപ്പ് ആണ് കളക്ഷൻ ഓഫ് ഡേറ്റ. നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചു. കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പം നമുക്ക് കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും മിക്സ്ഡ് അപ്പ് ആയിരിക്കും. നമുക്ക് ആവശ്യമുള്ളത് കാണും, ആവശ്യമില്ലാത്തത് കാണും, അങ്ങനെ മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള കുറേ ഡേറ്റയുടെ ഒരു കളക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം ഇത് ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു സമറി പോലെ ഇങ്ങനെ ഒരു ABC അങ്ങനെയൊക്കെ ഒരു ക്ലാസിഫിക്കേഷൻ പോലെ ഇങ്ങനെ കാണിക്കുവാണ് കേട്ടോ. അപ്പം മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു ഡേറ്റ ആണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡേറ്റ വെച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പോസിബിൾ ആണോ, നമുക്ക് എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. അതേ സ്ഥാനത്ത് നമ്മൾ ഇത് കളക്ഷൻ ഓഫ് ഡേറ്റ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിന് രണ്ട് സോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു, പ്രൈമറി സോഴ്സസ് ഉണ്ട്, സെക്കൻഡറി സോഴ്സസ് ഉണ്ടെന്ന് പഠിച്ചു. ഇനി ഇങ്ങനെ കളക്ട് ചെയ്ത് കിട്ടുന്ന ഡേറ്റയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഇതിനെ ഓർഗനൈസ് ചെയ്യണം. അതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ മൊത്തത്തിൽ പഠിക്കേണ്ടത്. ഹൗ ടു ഓർഗനൈസ് ദ ഡേറ്റ. നമുക്ക് ആവശ്യമുള്ള ഡേറ്റനെ മാത്രം നമ്മൾ കളക്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ്, വേർതിരിച്ച് എടുക്കുകയാണ്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ നമുക്ക് പഠിക്കേണ്ടത്. ഇനി എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട്, എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്വിക്ലി തന്നെ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഇതിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കാബൂലി വാല, പിന്നെ അതുപോലത്തെ അങ്ങനെ കുറേ ആൾക്കാരുടെയൊക്കെ കബാഡി വാല, അപ്പോൾ അങ്ങനത്തെ കുറേ ആൾക്കാരുടെയൊക്കെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും അത്രയും പോകേണ്ട ആവശ്യമില്ല. ബേസിക്കലി പഠിക്കാൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് റീഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ കബാഡി വാല അല്ലെങ്കിൽ ആക്രിക്കടക്കാർ അവർ ചെയ്യുന്നത് എന്താണ്, അവർ പേപ്പർ, പ്ലാസ്റ്റിക്, ഈ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യും അല്ലേ. പേപ്പർ, പ്ലാസ്റ്റിക്, ടിന്ന്, അത് ഇതെല്ലാം കളക്ട് ചെയ്ത് അവർ വണ്ടിക്കകത്ത് കൊണ്ടുപോകും. അപ്പോൾ ആ ആക്രിയുടെ ആ ഒരു വണ്ടി കണ്ടാൽ തന്നെ നമുക്ക് തലകറങ്ങും. അതിൽ എല്ലാ സാധനവും കാണും ചപ്പറം. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൽ നിന്ന് നമ്മളൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് പോയി അത് സോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് വേർതിരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഹെക്ടിക് ടാസ്ക് ആണ്. അതേ സ്ഥാനത്ത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, അവർ അതിനെ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴത്തേക്കും ന്യൂസ് പേപ്പേഴ്സ് സെപ്പറേറ്റ് സോർട്ട് ചെയ്യും. ഇനി അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസിനെ എടുത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള സോർട്ട് ചെയ്യും. പിന്നെ അതേപോലെ ഗ്ലാസ്, മെറ്റൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേർതിരിച്ച് അവരെന്ത് ചെയ്യും, ഇതിനെ സോർട്ട് ചെയ്യും. അതൊരു നെക്സ്റ്റ് സ്റ്റെപ്പാണ് അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഈ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുന്നത്, മിക്സ്ഡ് അപ്പ് ആയിട്ട് ആദ്യമേ ഇനീഷ്യലി കിട്ടുന്ന ഡേറ്റനെ നമ്മൾ എന്താ വിളിക്കുക, നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഇസ് റോ ഡേറ്റ. റോ ഡേറ്റ എന്ന് നമ്മൾ വിളിക്കും. റോ ഡേറ്റ എന്ന് വെച്ചാൽ എന്താണ്, അത് ജസ്റ്റ് മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു ഈ എന്താണ് ഈ ഗ്രൂപ്പ് ഓഫ് ഡേറ്റനെയാണ് ഈ റോ ഡേറ്റ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ റോ ഡേറ്റ നമുക്ക് കിട്ടിയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവത്തേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിൽ നമുക്കൊരു മീനിങ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നേരത്തെ കണ്ട ഒരു പിക്ചറിൽ എന്താണ് ഇങ്ങനെ മിക്സ്ഡ് അപ്പ് ആയിട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ അതിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യാണ്, ഇയാൾ വളരെ നൈസായിട്ട് സോർട്ട് ചെയ്തു എല്ലാ പേപ്പറുകളൊക്കെ ഒന്നിച്ച്, പ്ലാസ്റ്റിക് ഒക്കെ ഒന്നിച്ച്, കുപ്പിയൊക്കെ ഒന്നിച്ച്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അതിൻ്റെ ആ ഒരു വാല്യൂ കണക്ക് കൂട്ടാൻ പറ്റും. നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ. അതായത് റോ ഡേറ്റനെ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫൈ ചെയ്യുന്നത് നമുക്ക് പല രീതിയിലും ആവാം. അപ്പം എങ്ങനെയൊക്കെ ആവാം, ഒരു രീതി എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഇസ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് നമ്മൾ പറയും. ഇനി വാട്ട് ഇസ് ക്രോണോളജി? ക്രോണോളജി എന്ന് പറയുമ്പോൾ എന്താണ്, എന്തെങ്കിലും ഒരു ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്, എന്തെങ്കിലും ഒരു വ്യവസ്ഥ പ്രകാരം നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിന് ക്രോണോളജി എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്സ്, ഒരു 10 കുട്ടികളുടെ മാർക്സ് ആണ് 10, 15, 9, 8, 3 അല്ലെ. ഇങ്ങനെയാണ് മാർക്സ് കിട്ടിയിരിക്കുന്നത്. ഒരെണ്ണം ഇട്ടേക്കാം 5. അപ്പോൾ ഇത് എന്താണ്, ഇപ്പോൾ ഒരു 6 കുട്ടികളുടെ മാർക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ സ്മോളിൽ നിന്ന് ബിഗ് നമ്പറിലോട്ട് അറേഞ്ച് ചെയ്യാം അല്ലെ. എങ്ങനെയാണ്, 3 ആദ്യം, പിന്നെ 5, 8, 9, 10, 15 അങ്ങനെ പോവാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഓർഡർ എങ്ങനെ അറേഞ്ച് ചെയ്യാം, അത് വേണമെങ്കിൽ ബിഗ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയാൽ 15, പിന്നെ 10, 9, 8 അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പോവാം അല്ലെ. അപ്പോൾ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസ് നമുക്ക് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഡേറ്റയെ ആദ്യമേ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇനീഷ്യൽ സ്റ്റെപ്പ്. അപ്പം ആദ്യത്താണ് നമ്മൾ പഠിച്ചത് ക്രോണോളജിക്കൽ ഓർഡർ. അപ്പോൾ ഈ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇത് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി വർഷം, ഇയേഴ്സിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, ഇയേഴ്സ്, ക്വാർട്ടർ, പിന്നെ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, മന്ത്, വീക്ക് അല്ലെ. അപ്പം 2020 എനിക്ക് കിട്ടിയ മാർക്ക് അല്ലെങ്കിൽ എൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 64 kg ആണെന്ന് വിചാരിക്കാം. അപ്പം 2021 ആയപ്പോഴത്തേക്കും 66 kg ആയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് എന്ത് ഓർഡർ ആണ്, ഇത് ശരിക്കും ഇയർ വൈസ് നമ്മൾ അറേഞ്ച് ചെയ്യുവാണ് അല്ലെ. 2020, 2021 അങ്ങനെ. അപ്പോൾ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ. ഇതെന്തായിരിക്കും സംഭവം, സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ. ജിയോഗ്രഫിക്കൽ ലൊക്കേഷന്റെ ബേസിസിലായിരിക്കും നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുവാണെങ്കിൽ നമുക്കറിയാം, ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ 10
10 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് അവരെ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ മാർക്സിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, മാർക്സ് എന്ന് പറയുമ്പോൾ റോൾ നമ്പർ 10 കിട്ടിയത് കൂടുതൽ മാർക്സ്, റോൾ നമ്പർ 5 കിട്ടിയത് 2ാം സ്ഥാനം, റോൾ നമ്പർ 1 കിട്ടിയത് 3ാമത്തെ പ്ലേസ്, അങ്ങനെ വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ അവരുടെ ഹൈറ്റിന്റെ ഓർഡറിൽ വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ആൾ നമ്മുടെ റോൾ നമ്പർ 1 ആണ്, റോൾ നമ്പർ 3 ആണ്, അത് കഴിഞ്ഞ ഹൈറ്റ് ഉള്ള ആൾ, അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇനി വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാം. അതേ സ്ഥാനത്ത് സ്പെഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ. ഓക്കെ, അപ്പം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കോട്ടയം സൈഡിൽ നിന്ന് വരുന്ന കുട്ടികൾ 5 പേര്, പിന്നെ എറണാകുളം സൈഡിൽ നിന്ന് വരുന്ന കുട്ടികൾ 2 പേര്, പിന്നെ വൈക്കം സൈഡിൽ നിന്ന് വരുന്ന കുട്ടികൾ 3 പേര്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അല്ലെ. അപ്പം എന്താണെങ്കിലും മനസ്സിലായല്ലോ, സ്പെഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ. ഇനി വേറെ ചില ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അതായത് എന്ത് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആണ്, ഓൺ ദ ബേസ് ഓഫ് ആട്രിബ്യൂട്ട്സ്, അതായത് ചില പ്രത്യേകതകളുടെ ബേസിസിൽ. ഓക്കെ, അതിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്നാമത്താണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ഇനി അടുത്തതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്ന മീനിങ് തന്നെ നമുക്കറിയാം, ഇറ്റ്സ് ഓൺ ദ ബേസ് ഓഫ് ക്വാളിറ്റി. അപ്പൊ നമുക്ക് അവിടെ നമ്പേഴ്സിൽ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം എന്ന് ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയാണ് ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ 2 ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്, മെയിൽ ഉണ്ട്, നെക്സ്റ്റ് ഫീമെയിൽ ഉണ്ട് അല്ലെ. പിന്നെ അപ്പം അതുപോലെ നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം അല്ലെ. പിന്നെ മെയിലിൽ എത്ര പേര് എംപ്ലോയിഡ് ആണ്, എത്ര പേർക്ക് ജോലിയുണ്ട്, എത്ര പേര് അൺഎംപ്ലോയിഡ് ആണ്, വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഇനി ഫീമെയിലിൽ എത്ര പേര് എംപ്ലോയിഡ് ആണ്, എത്ര പേര് അൺഎംപ്ലോയിഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പം പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, റൈറ്റ്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരിക്കും? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുക, ഇറ്റ്സ് റെപ്രസെന്റഡ് ഇൻ നമ്പേഴ്സ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, ഇത് ന്യൂമറിക്കലി നമ്മൾ നമ്പേഴ്സിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഹൈറ്റിന്റെ അടിസ്ഥാനത്തിൽ, വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ, പിന്നെ അതേപോലെ പിന്നെ വേറെ എന്തൊക്കെയാണ്, കുട്ടികളുടെ മാർക്സിന്റെ അടിസ്ഥാനത്തിൽ. അപ്പം ഇങ്ങനെയൊക്കെ എന്താണ്, ഇതൊക്കെ എന്ന് വെച്ചാൽ എക്സാമ്പിൾസ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് റിഗാർഡിംഗ് വേരിയബിൾസ്. ഓക്കെ, വേരിയബിൾസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഓരോ, അതായത് നമ്മൾ പഠിച്ചു നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പഠിച്ചായിരുന്നു നമ്മുടെ ഏരിയ ഓഫ് സ്റ്റഡിയാണ് പോപ്പുലേഷൻ എന്ന് പഠിച്ചു. ഓക്കെ, പോപ്പുലേഷൻ അതായത് അതിലിപ്പം നമ്മുടെ സ്കൂളിന്റെ കുട്ടികളുടെ മാർക്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ സയൻസുകാരനും വരും, കോമേഴ്സുകാരനും വരും അല്ലെ. അപ്പൊ അതിന്റെ ഒരു മിക്സ്ചർ ആണ് നമ്മുടെ പോപ്പുലേഷൻ. പിന്നെ അതിൽ നിന്ന് നമ്മൾ ഒരു ചെറിയൊരു സാമ്പിൾ നമ്മൾ എടുക്കും. സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കൊമേഴ്സുകാരെ മാത്രം സ്റ്റഡി ചെയ്താൽ മതിയെങ്കിൽ കൊമേഴ്സുകാരന് മാത്രം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ഇനി സയൻസുകാരെ മാത്രം സ്റ്റഡി ചെയ്താൽ മതിയെങ്കിലോ സയൻസുകാരന് മാത്രം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ സ്റ്റഡി ചെയ്യും, റൈറ്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ ആണെന്ന് പഠിച്ചു. ഇനി ഈ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു നമ്മളൊരു ക്ലാസിഫിക്കേഷൻ ആണ്, എങ്ങനെ നമുക്ക് ഈ പറയുന്ന പോപ്പുലേഷനെ അല്ലെങ്കിൽ ഓരോ സാമ്പിളിലുള്ള ഓരോ യൂണിറ്റിനെ നമ്മൾ വേരിയബിൾസ് എന്ന് പറയും. ഈ വേരിയബിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഇപ്പം 2 രീതിയിലാണ് പറഞ്ഞത്, കണ്ടിന്യൂസും ഉണ്ട്, ഡിസ്ക്രീറ്റും ഉണ്ട്. പക്ഷേ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബീൻ ക്ലാസിഫൈഡ് ഇൻടു 3 മൂന്നായിട്ടാണ് വേരിയബിൾസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ വേരിയബിൾസ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സീരീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത്ര സീരീസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര വേരിയബിൾസ് ഉണ്ട്. നമ്മുടെ ക്ലാസ്സിൽ 10 കുട്ടികളെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ 10 വേരിയബിൾസ് ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്, റൈറ്റ്. അപ്പൊ നമ്മൾ ഈ ഡേറ്റനെ റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയൊക്കെ ആവാം, 3 തരത്തിലാവാം. ഒന്നാമത്തത് ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയും. ഇനി രണ്ടാമത്തതാണ് ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് മൂന്നാമത്തതാണ് കണ്ടിന്യൂസ് സീരീസ്. അപ്പൊ ഇങ്ങനെ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് എപ്പോഴും ഓർക്കുക, ഇൻഡിവിജ്വൽ പേരിൽ തന്നെ ഉണ്ട്. അതായത് ഇതിന്റെ അകത്ത് ഈ ഒരു സീരീസിൽ ഓരോ ഇൻഡിവിജ്വൽസിനെ നമുക്ക് വേർതിരിച്ച് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ എന്താണെന്ന് ഓർത്തേ. ഇപ്പം നമുക്ക് 2 വേരിയബിൾസ് കമ്പയർ ചെയ്യാം, റോൾ നമ്പറും പിന്നെ മാർക്സും, കുട്ടികളുടെ മാർക്സും റോൾ നമ്പറും. ഈ 2 സീരീസ് ആണ് വിചാരിക്കുക. അപ്പൊ നമുക്കറിയാം റോൾ നമ്പർ 1 കിട്ടിയ മാർക്ക് 20, റോൾ നമ്പർ 2 കിട്ടിയ മാർക്ക് 25, റോൾ നമ്പർ 3 കിട്ടിയ മാർക്ക് 10. അപ്പൊ ഇങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഓരോ വ്യക്തികളുടെയും നമുക്ക് ഡേറ്റ നമ്മുടെ കയ്യിലോട്ട് കിട്ടും, ഓരോ ഇൻഡിവിജ്വൽസിന്റെ. ഇപ്പോൾ റോൾ നമ്പർ 4 എത്ര മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ടേബിളിലോട്ട് നോക്കിയാൽ മതി അല്ലെ, 4 നമുക്ക് കണ്ടെത്താൻ പറ്റും. റോൾ നമ്പർ 4 കിട്ടിയ മാർക്ക് 8, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, റൈറ്റ്. അതാണ് ഇൻഡിവിജ്വൽ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുക. ഇനി ഡിസ്ക്രീറ്റ് സീരീസ് എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസിനും ഒരു സിമിലാരിറ്റി ഉണ്ട്, ഒരു സെയിം സ്വഭാവം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താണ്, എത്ര ഫ്രീക്വന്റ് അല്ലെങ്കിൽ എത്ര തവണ അത് റിപ്പീറ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ മാർക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 5, 10, 6, 8, 8, 6, 5, 4 അങ്ങനെയൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നത് വെച്ചോ. അപ്പൊ ഇതിന്റെ അകത്ത് 5 എന്ന് പറയുന്ന എത്ര തവണ റിപ്പീറ്റ് ആവുന്നുണ്ട്, 5 എന്ന് പറയുന്ന മാർക്സിന്റെ ഫ്രീക്വൻസി എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2 2 പ്രാവശ്യം റിപ്പീറ്റ് ആവുന്നുണ്ട്. ഇനി 6 മാർക്ക് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ആവുന്നുണ്ട്, 1, 2 2 പ്രാവശ്യം റിപ്പീറ്റ് ആവുന്നുണ്ട്. ഇനി 7 മാർക്ക് ഉണ്ടോ, ഇല്ല. 8 മാർക്ക് എന്ന് പറയുന്നവരുണ്ടോ, ഉണ്ട്, 2 പ്രാവശ്യം ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഇതാണ് എത്ര തവണ ഈ ഒരു സംഭവം ഹാപ്പൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളാണ് ക്ലാസ്സിൽ ഒത്തിരി ലേറ്റ് ഒക്കെ ആയി വരുവാണെങ്കിൽ, എപ്പോഴും ലേറ്റ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മുടെ ടീച്ചർ പറയും ഇതിപ്പോ ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ താമസിച്ചല്ലേ വരുന്നതെന്ന് ചോദിക്കും അല്ലെ. അപ്പൊ എന്താണ് തുടർച്ചയായും എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡിസ്ക്രീറ്റ് സീരീസിനെയും കണ്ടിന്യൂസ് സീരീസിനെയും കാര്യത്തിലാണ് ഈ ഫ്രീക്വൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ എക്സാമ്പിൾ എന്തായിരിക്കും? ഇതിന്റെ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മുടെ റോൾ നമ്പർ വരികയല്ല അല്ലെ, മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും വെച്ച് കമ്പയർ ചെയ്തേ. അതായത് 0 മാർക്ക് മേടിച്ചത് 2 പേര്, പിന്നെ 1 മാർക്ക് മേടിച്ചത് ഒരാള്, പിന്നെ 2 മാർക്ക് മേടിച്ചത് 3 പേര്, പിന്നെ 3 മാർക്ക് മേടിച്ചത് 5 പേര്, അങ്ങനെ. അപ്പൊ നമുക്ക് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മുടെ ഒരു കുട്ടി അതിന് റോൾ നമ്പർ 3 ആണെന്ന് വെച്ചു. അപ്പൊ ആ റോൾ നമ്പർ 3യുടെ മാർക്ക് എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ അറിയാൻ പറ്റുമോ? ഇല്ല.
ബിക്കോസ് ഇവിടെ റോൾ നമ്പർ 3 എന്നുള്ള ഒരു പേര് അടിസ്ഥാനത്തിലല്ല ഇവിടെ നമുക്ക് ഒരു വ്യക്തിയുടെ നമുക്ക് ഇൻഡിവിജ്വലിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് ഇൻഡിവിജ്വൽ സീരീസിൽ മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് നമ്മുടെ റോൾ നമ്പർ 3 എന്ന് പറയുന്ന കുട്ടിക്ക് കിട്ടിയ എത്ര മാർക്കാണെന്ന് അറിയാൻ പറ്റിയില്ലേ പോലും 2 മാർക്ക് അല്ലെങ്കിൽ 0 മാർക്ക് മേടിച്ചത് 2 പേരുണ്ടെന്ന് അറിയാം, 1 മാർക്ക് മേടിച്ചത് ഒരാളാണെന്ന് അറിയാം. എത്ര മാർക്ക് എത്ര പേർക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റും. ഇനി കണ്ടിന്യൂസ് സീരീസും ഏതാണ്ട് സിമിലർ ആണ്, പക്ഷേ കാണാൻ സിമിലർ ആണ്, പക്ഷേ ഇതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടെടുത്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സീരീസാണ് കണ്ടിന്യൂസ് സീരീസ്. ബിക്കോസ് ഇവിടെ നമുക്ക് എന്ന് വെച്ചാൽ ഒരു റേഞ്ച് തരും. റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഇവിടെ ഒരു ലോവർ വാല്യൂ കാണും, ഒരു ഹയർ വാല്യൂ കാണും. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുവാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ പറയും ഓക്കെ ഒരു 500 തൊട്ട് 1000 രൂപയുടെ ഇടയിൽ വരുന്ന ഒരു ടീഷർട്ട് തരാൻ പറയും അല്ലേ. ടീഷർട്ട് ഇത്രയും കോസ്റ്റ്ലി വേണ്ട അല്ലേ, എന്നാൽ പോട്ടെ ഒരു ഫോർമൽ ഷർട്ട് നമുക്ക് തരാൻ പറയുകയാണ്, അതായത് 500 1000 ഇടയിലുള്ള ഒരു ഫോർമൽ ഷർട്ട് തരാൻ നമ്മൾ പറയുകയാണ്, റൈറ്റ്. സോ അപ്പം അവരെന്താ ചെയ്യുക, നേരെ കൊണ്ടുപോയിട്ട് അവരൊരു 200 രൂപയുടെ ഷർട്ട് കൊണ്ട് വരുമോ ഷോപ്പ് കീപ്പർ? ഇല്ല, ബിക്കോസ് നമ്മൾ ഓൾറെഡി ഒരു റേഞ്ച് പറഞ്ഞിട്ടുണ്ട്, കൂടി പോയാൽ 1000 അല്ലെ കുറഞ്ഞു പോയാൽ 500, ഈ ഒരു റേഞ്ചിന്റെ ഇടയിൽ നിൽക്കുന്ന ഷർട്ട് വേണം. അപ്പോൾ പുള്ളി 2000 ഷർട്ട് കൊണ്ടുവന്നാലോ പറ്റുമോ? ഇല്ല. അപ്പം ഈ ഒരു റേഞ്ചിനുള്ളിൽ ഒതുങ്ങുന്നതായിരിക്കണം നമ്മുടെ വാല്യൂ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഈ റേഞ്ച് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സീരീസിന്റെ സ്പെഷ്യാലിറ്റി. അവിടെ ഒരു ലോവർ റേഞ്ച് കാണും, ഹയർ വാല്യൂ കാണും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന റേഞ്ച് എന്ന് പറയുന്നേക്കാളും നല്ലത് ഇതിന്റെ ക്ലാസ് എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു മാർക്കിംഗ് സിസ്റ്റത്തിനെ നമ്മൾ എങ്ങനെ എഴുതും? 0 തൊട്ട് 5 മാർക്ക് മേടിച്ചവര് എത്ര പേരുണ്ട്? 3 പേര്. ഇനി 5 തൊട്ട് 10 മാർക്ക് മേടിച്ചവര് 5 പേര്. 10 to 15 മാർക്സ് മേടിച്ചത് 10 പേര്. അപ്പൊ ഇവിടെ കണ്ടില്ലേ സ്പെഷ്യാലിറ്റി? നമ്മൾ വേറെ എങ്ങും എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒറ്റയ്ക്കായിട്ടുള്ള സംഖ്യയാണ് കണ്ടത്, പക്ഷേ കണ്ടിന്യൂസ് സീരീസിൽ എന്ന് വെച്ചാൽ ഇവിടെ റേഞ്ച് ആണ് കൊടുക്കുന്നത്. ഇന്ന എമൗണ്ട് തൊട്ട് ഇന്ന എമൗണ്ട് വരെ എന്നും പറഞ്ഞിട്ട് നമ്പേഴ്സിന്റെ ഇടയിൽ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഡേറ്റ തരിക. അപ്പൊ എപ്പോഴും ഓർക്കുക, കണ്ടിന്യൂസ് സീരീസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി ഇതൊക്കെ എന്തിനാ ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് ഇൻഡിവിജ്വൽ സീരീസിൽ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ അല്ല ഡിസ്ക്രീറ്റ് സീരീസിൽ അപ്ലൈ ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് സീരീസിൽ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ അല്ല കണ്ടിന്യൂസ് സീരീസിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ നമുക്ക് ആൻസർ കറക്റ്റ് ആണെങ്കിൽ പോലും മാർക്ക് പോകാനുള്ള കാരണമാവും. അപ്പം ഈ സീരീസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് മാത്രമാണ് ഈ ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റയിൽ വരുന്ന ഒരു ചാലഞ്ച്. ഇനി അടുത്ത നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നത് വെച്ചാൽ വാട്ട് ഇസ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഫ്രീക്വൻസി എന്താണെന്നുള്ള കാര്യം നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ഒരു റേഞ്ച് ആണ് പറയുന്നത്. അതായത് 0 തൊട്ട് 5 വരെ എന്ന് പറയുമ്പോഴത്തേക്കും 0 അവിടുത്തെ ലോവർ വാല്യൂവും അതേപോലെ 5 എന്ന് പറയുന്നത് അവിടുത്തെ അപ്പർ വാല്യൂ ആണ്. അതിന് ബേസിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് L1 L2 എന്ന് പറഞ്ഞിട്ടാണ് പറയുക. L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ വാല്യൂ, L2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനിലോട്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതിനൊരു ചെറിയ ഇക്വേഷൻ ഒക്കെ ഉണ്ട്. L1 plus L2 by 2 എന്നൊക്കെ ചെയ്തിട്ട് വേണം നമ്മുടെ ആവറേജ് കണ്ടെത്തിയിട്ട് വേണം നമ്മുടെ ആൻസർ ഒക്കെ ചെയ്യാൻ തുടങ്ങാൻ. അപ്പം നമ്മുടെ മുന്നോട്ടുള്ള ക്ലാസ്സുകളിലൂടെ നമ്മൾ അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു വരുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തൊരു സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ടാലി മാർക്സ് ആണ്. ടാലി മാർക്സ് ഇത് വളരെ ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ബേസിക്കലി നമ്മൾ ഇതൊക്കെ എന്ന് വെച്ചാൽ CBSE 4, 5, 3 ക്ലാസ്സുകളിൽ തൊട്ട് പഠിക്കാവുന്ന സാധനമാണ് ടാലി മാർക്സ്. അതായത് ഇത് ഇവോൾവ് ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, അതായത് ഒരു ഹിസ്റ്ററിയാണ് കേട്ടോ. അതായത് പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഷെപ്പേർഡ്സ് ഉണ്ടല്ലോ, ഈ ആട്ടിടയന്മാർ, അപ്പോൾ അവരെന്ത് ചെയ്യും, ഇവരുടെ ഈ ഷീപ്സിന്റെ എണ്ണം എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പം അവർക്ക് കാൽക്കുലേറ്ററോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് അവർ ഈ ആടുകൾ അവരുടെ കൂട്ടിൽ നിന്ന് ഓക്കെ ഷീപ്സിന്റെ കൂട്ടിന്റെ അകത്തിൽ നിന്ന് പുറത്തോട്ട് ഇവരെ മേയാൻ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്യും, കുറച്ച് കല്ല് പെറുക്കി അവരുടെ പോക്കറ്റിലോട്ട് ഇടും, സഞ്ചിക്കകത്തോട്ട് ഇടും. ഇപ്പം എത്ര ഷീപ്പ് ഉണ്ടെന്ന് വെച്ചാൽ 100 ആട് ഷീപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ 100 കല്ല് പെറുക്കി ഇടും. അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ ഷീപ്പുകൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ 100 കല്ലുകൾ, ഒരു ഷീപ്പ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു കല്ലെടുത്ത് പുറത്തോട്ട് ഇട്ടു, രണ്ടാമത്തെ ഷീപ്പ് കയറി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇട്ടു. അപ്പം അങ്ങനെ നമുക്കൊരു കാൽക്കുലേഷനിലായിരുന്നു ആൾക്കാർ ഈ ഷീപ്സിനെ മേയാൻ വിട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു ഷീപ്പ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കല്ല് നമ്മുടെ സഞ്ചിക്കകത്ത് മിച്ചം വരും. അപ്പം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അയ്യോ അതെവിടെ പോയി എന്നുള്ളത്. അന്നേരത്തേക്ക് ഏതെങ്കിലുമൊക്കെ പുലിയോ സിംഹോ അല്ലെങ്കിൽ കടുവയോ എന്തെങ്കിലുമൊക്കെ അതിനെ പിടിച്ചകത്താക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഓരോ മെത്തേഡ്സ് ആണ്. ഓക്കെ, പിന്നെ അതിൽ നിന്നാണ് ഗ്രാജുവലി എന്ത് ചെയ്തത്, ടാലി മാർക്സ് എന്ന് പറയുന്ന സിസ്റ്റം ഇവോൾവ് ചെയ്തത്. ടാലി മാർക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനൊരു സ്ലാഷ് എന്നുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്ലാഷ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇപ്പം നമുക്കൊരു എന്താ പറയുക, ഒരു 10 ഷീപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഷെപ്പേർഡായി മാറി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ടാലി മാർക്സ് എങ്ങനെ റെക്കോർഡ് ചെയ്യും? 1 2 3 4 5 എന്ന് പറഞ്ഞാൽ നമ്മൾ പോവല്ല, അഞ്ചാമത്തത് ഇങ്ങനെ ഒരു വരയാണ്, ചിരിച്ചൊരു വരയാണ്. ഓക്കെ, വരയൊക്കെ തിരിഞ്ഞു മറിഞ്ഞും പോയി തോന്നും, സോറി, ഇങ്ങോട്ടൊരു വര. ഓക്കെ, സോ ഇതുപോലെയാണ് ടാലി മാർക്സ്. നെക്സ്റ്റ് നമുക്കുള്ളത് 10 ഷീപ്പാണ് അല്ലേ. ഇപ്പോൾ 5 ആയുള്ളൂ, ഒരു 5 എന്ന് പറയുമ്പോൾ 5 ആണ്, 5 ആയി. ഇനി 1 2 3 4 5, അപ്പം 10 ഷീപ്പിന്റെ എണ്ണായി. ഇനി നമുക്കൊരു 9 ഷീപ്പാണ് നമ്മുടെ അടുത്തുള്ളതെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ എഴുതും? 1 2 3 4 5 6 7 8 9 എന്ന് എഴുതും. ഇനി നമുക്കുള്ളത് 3 ഷീപ്പാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 1 2 3 എന്ന് എഴുതും. ക്ലിയർ, മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു രീതിയാണ് പിന്നീട് ഇവോൾവ് ചെയ്ത ടാലി മാർക്സ് എന്ന് പറയുന്ന ഒരു രീതി വന്നു. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും ആദ്യത്തെ ആ ഒരു ഹിസ്റ്റോറിക്കൽ വേർഷനേക്കാളും കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ആണെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെയും എന്താണ്, ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു 100 ഷീപ്പിന്റെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വരച്ച് ദിവസം ഇങ്ങനെ തീർത്ത് കളയേണ്ടി വരും അല്ലേ. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഡേറ്റയൊക്കെ വെച്ച് ഈ കാര്യങ്ങൾ ഇവോൾവ് ആയത്. ഇനി വേറെ കാര്യം ഇവിടെ പഠിക്കാനുള്ളത് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ് ഫ്രീക്വൻസി അറേ എന്ന് പറയും. അറേ എന്ന് പറയുന്ന വാക്കും കൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് ഇതൊരു സീരീസ് ആണ്, അല്ലെങ്കിൽ ഓർഡർ
എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം, മനസ്സിലാക്കാം. ഓക്കെ, നിര എന്നൊക്കെ പറയില്ല നമ്മൾ. അപ്പോൾ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഫ്രീക്വൻസി അറേ ഓഫ് ദ സൈസ് ഓഫ് ഹൗസ് ഹോൾഡ്സ്. അപ്പം സൈസ് ഓഫ് ഹൗസ് ഹോൾഡ് ഒരു ഫാമിലിയിൽ ഒരു വ്യക്തി ഉള്ളൂ എങ്കിൽ അങ്ങനെ നമ്പർ ഓഫ് എത്ര ഫാമിലീസ് ഉണ്ടോ, ഒരു വ്യക്തി മാത്രം വീട്ടിലുള്ളത് 5 പേരുണ്ട്. പിന്നെ 2 പേര് മാത്രം ഫാമിലിയിലുണ്ട് എന്നുള്ളത് എത്ര ഫാമിലീസിലുണ്ട്, 15 കുടുംബങ്ങളിൽ 2 പേരേ ഉള്ളൂ. പിന്നെ 3 പേര് അച്ഛൻ അമ്മ കുട്ടി എന്ന് പറയുന്ന എത്ര കുടുംബങ്ങളുണ്ട്, 25 കുടുംബങ്ങൾ. ഇനി 4 പേരുള്ള ഫാമിലീസ് എത്ര പേര്, 35 ഉണ്ട്. അപ്പം ഇതെന്ന് പറയുമ്പോൾ എന്താണ്, ഇതിൽ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ്, ഈ ഒരു ഡേറ്റനെ പറയുന്നതാണ് ഫ്രീക്വൻസി അറേ, ഫ്രീക്വൻസിയുടെ ഒരു നിര എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു, നമ്മുടെ ഓൾമോസ്റ്റ് ചാപ്റ്റർ എൻഡിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ അറിയാണ്ട് തന്നെ അല്ലെ, വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് കോൺസെപ്റ്റ്സ് പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ എന്താണ്, നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വാസ് ദ യൂണിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷനും പിന്നെ അതേപോലെ തന്നെ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷനും ആണ്. ഓക്കെ, ഇനി യൂണിവേരിയേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, യൂണിഫോം അല്ലെങ്കിൽ യൂണീക്ക് എന്നൊക്കെ പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, സിംഗിൾ അല്ലെങ്കിൽ ഒറ്റ എന്നുള്ള മീനിങ് ആണ് അല്ലെ. യൂണീക്ക് ആണ്, ഈ ഒരു ഡിസൈൻ യൂണീക്ക് ആണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഇത് ഇങ്ങനത്തെ ഒരു ഒറ്റ പീസേ ഉള്ളൂ, ഇതല്ലാണ്ട് വേറെ ഈ ഒരു ടൈപ്പിൽ ഇല്ല എന്നൊക്കെയാണ്. അപ്പോൾ യൂണി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ ഒരു ഡേറ്റ മാത്രമാണ്, വൺ ഡേറ്റ മാത്രമാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് സ്റ്റുഡൻസും പിന്നെ അവരുടെ മാർക്സും. ഓക്കെ, എത്ര കുട്ടികളുണ്ട് പിന്നെ അവർക്ക് എത്ര മാർക്ക് കിട്ടുന്നു, ഈ ഒരു ഡേറ്റയിൽ നിന്ന് ഇത് മാത്രമാണ് നമുക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ആക്കാൻ പറ്റുന്നത്. ഇനി ബൈവേരിയേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എപ്പോഴും ഓർക്കുക ബൈസൈക്കിൾ എന്ന് ഓർക്കുക. കുറച്ച് ദാരിദ്ര്യം പിടിച്ച ബൈസൈക്കിളാണ്, എന്നാലും വേണ്ടിയല്ല, അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ അപ്പം ബൈവേരിയേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ 2 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബൈ സൈക്കിൾ എന്ന് പറയുമ്പോൾ 2 ചക്രമുള്ള വണ്ടി എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതെ, അപ്പം ഇവിടെ എന്താണ് ബൈവേരിയേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ബിലോങ്സ് ലൈക്ക് 2 മോർ ദാൻ 1 എന്നുള്ളൊരു മീനിങ്ങിലാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പം ഒരു കമ്പനീനെ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ്, കമ്പനിയുടെ പ്രോഫിറ്റ്സിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ്. അപ്പം അവിടുത്തെ സെയിൽസും അവിടുത്തെ എക്സ്പെൻസസും, കമ്പനിയുണ്ട് അവിടുത്തെ സെയിൽസും എക്സ്പെൻസസിനെ പറ്റി നമ്മളൊരു കമ്പാരിസൺ ചെയ്യുവാണെങ്കിൽ ഇത് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, ബൈവേരിയേറ്റ് ഡേറ്റ ആണ്. ഓക്കെ, ബിക്കോസ് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, കമ്പനി 1ന് 20 സെയിൽസ് ഉണ്ട്, എക്സ്പെൻസസ് 30 ഉണ്ട്. കമ്പനി 2ക്ക് 5 സെയിൽസും 2 എക്സ്പെൻസസും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം ആദ്യത്തേലെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു ഡേറ്റയെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുള്ളൂ, കുട്ടികളും അവരുടെ മാർക്സ് മാത്രം നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഇനി ഇവിടെ എന്താണ്, ഒരു കമ്പനിയുണ്ട്, അവരുടെ സെയിൽസും എക്സ്പെൻസസും നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പം ഈ 2 വേരിയബിൾസിനെ സ്റ്റഡി ചെയ്യുന്നതുകൊണ്ട് ദാറ്റ് ഇസ് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതോടെ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആകുകയാണ്. അതേപോലെ ലാസ്റ്റിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഡ്രോപ്പ് ചെയ്തേക്കാം, അറ്റംപ്റ്റ് ചെയ്യുക. താങ്ക് യു.